ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങൾ എന്നത് വളരെ ചുരുക്കമായിരിക്കും ഉണ്ടാവുക. ചിലരുടെ പ്രശ്നങ്ങൾ എന്നത് ആരോഗ്യത്തിലായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികത്തിലായിരിക്കും, അല്ലെങ്കിൽ കുടുംബബന്ധം, അതുമല്ലെങ്കിൽ മനസ്സിൻ്റെ സമാധാനമില്ലായ്മ. എന്നാൽ ഒരു മുസ്ലിമിന് ഏറ്റവും വലിയ ആയുധം എന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആശ്വാസം എന്നത് ദിക്റാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു ദിക്ർ, ആ ഒരു ദിക്ർ മതിയാകും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിക്റിനെ കുറിച്ചാണ്. ദിക്റിന് ധാരാളം മഹത്വങ്ങളുണ്ട്. അള്ളാഹുവിനെ ഓർക്കുക എന്നത് മനുഷ്യന്റെ ഹൃദയത്തിന് ജീവൻ പോലെയാണ്. ഖുർആനിലൂടെ പറയുന്നു, അള്ളാഹുവിൻ്റെ സ്മരണയിലാണ് ഹൃദയങ്ങൾക്ക് സമാധാനം. മനുഷ്യൻ പല വഴികളും പരീക്ഷിക്കും. ഡോക്ടർ, കൗൺസിലിംഗ്, മെഡിസിൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആശ്വാസപ്പെടുത്ത്. പക്ഷേ അള്ളാഹുവിനെ ഓർക്കാതെ നമുക്കൊരിക്കലും സമാധാനം കിട്ടില്ല. ദിക്ർ എന്നത് മനസ്സിൽ നിന്ന് വിഷാദം നീക്കും, പകരം ആത്മാവിന് പ്രകാശം നൽകും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടില്ല ആ ഒരു ദിക്ർ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും മഹത്തായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് യോഗ്യനായ മറ്റാരുമില്ല. ഈ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മുടെ വിഷാദം മാറും, പ്രശ്നങ്ങൾക്ക് വഴികൾ തുറക്കും, ഹൃദയത്തിന് ധൈര്യം കിട്ടും, ജീവിതത്തിൽ ബറക്കത്തും വരും. ഈ ഒരു ദിക്റിനെ കുറിച്ച് ഹദീസിൽ ധാരാളം തെളിവുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഏറ്റവും നല്ല ദിക്റാണ്. ഒരാൾ മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവൻ അവൻ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കും. ഓരോ ദിവസവും ഇത് ആവർത്തിക്കുന്നവൻ്റെ ഹൃദയം ശക്തമായി കൊണ്ടേയിരിക്കും. വിഷമങ്ങൾ അവൻക്ക് ചെറുതായിട്ട് തോന്നും. പ്രവാചകനും സ്വഹാബികളും ഇതിൽ തന്നെയാണ് സമാധാനം കണ്ടെത്തിയിരുന്നത്. ഈ ഒരു ദിക്ർ പതിവാക്കിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ ഈ ഒരു ദിക്ർ പറഞ്ഞാൽ ആത്മവിശ്വാസം കിട്ടും, അള്ളാഹുവിൻ്റെ കരുണ വരും. കുടുംബ പ്രശ്നത്തിലാണെങ്കിൽ ഈ ഒരു ദിക്ർ പതിവാക്കിയാൽ ഹൃദയം മൃദുവാകും, ബന്ധങ്ങൾ മെച്ചപ്പെടും. സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെങ്കിൽ അള്ളാഹുവിൻ്റെ വഴികൾ തുറക്കും, നമ്മൾ വിചാരിക്കാത്ത വഴിയിൽ നിന്ന് നമുക്ക് സഹായം വരും. ഇനി നിങ്ങൾക്ക് മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾക്കാണെങ്കിൽ നമ്മുടെ ഹൃദയം സമാധാനത്തോടെ നിറയും. ഈ ഒരു ദിക്ർ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പതിവാക്കാം? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. നമ്മുടെ ജോലിക്കിടയിൽ, അല്ലെങ്കിൽ യാത്രയിൽ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ദിക്ർ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമുക്ക് വിഷമങ്ങളുള്ള സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഈ ഒരു ദിക്ർ ആവർത്തിക്കുക. നമ്മൾ കുടുംബമായിട്ട് ഒരുമിച്ച് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ദിക്റിൻ്റെ മഹത്വം പഠിപ്പിക്കുക. അവരെ കൊണ്ടിത് പതിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായും ദിക്റിൻ്റെ ക്വാണ്ടിറ്റി അല്ല മൂല്യം നിർണ്ണയിക്കുന്നത്, അതിൻ്റെ കൺസിസ്റ്റൻസിയാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഫ്രണ്ട്സ്, ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പല വഴികളും നോക്കാറുണ്ട്. എന്നാൽ ഏറ്റവും ലളിതമായ വഴിയാണ് ദിക്ർ, പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അത് നമ്മെ അള്ളാഹുമായി ബന്ധിപ്പിക്കും, ഹൃദയത്തിന് പ്രകാശം നൽകും, ഇഹലോകത്ത് സമാധാനവും ആഖിറത്തിൽ സ്വർഗവും നമുക്ക് നൽകും. നിങ്ങളുടെ നാവ് എന്നും അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് നനഞ്ഞിരിക്കട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ദിക്റിൻ്റെ മധുരം അനുഭവിക്കാൻ അനുഗ്രഹം തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.